ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ്. ഇന്ന് ഐ ഹോപ്പ് ഇറ്റ്സ് ആൻ ഈസിയർ ട്വിസ്റ്റ്. എന്താണെന്ന് അറിയില്ല, നമുക്ക് ചോദിക്കാം. ഇവിടെ ഒന്നും ഇല്ല, സോ വിൽ ആസ്ക് മാഷ്. മിസ്റ്റർ മാഷ്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. തൂണിലും തുരുമ്പിലും ഉണ്ട് നമ്മുടെ ട്വിസ്റ്റ്. ഇന്നത്തെ ട്വിസ്റ്റ് 3 states ഓഫ് മാറ്റർ അറിയാലോ? സോളിഡ് ലിക്വിഡ് ഗ്യാസ്. യെസ്, അതിൽ നമ്മൾ കൂടുതലും കുക്ക് ചെയ്തിരിക്കുന്നത് സോളിഡ് ആണ്. ഫുഡ് സോളിഡ്. നമുക്ക് ചുറ്റും ഗ്യാസ് ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. സോ നമുക്ക് ആവശ്യം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. ലിക്വിഡ് ഫുഡ്. അതേ, ഒരു ലിക്വിഡ് ഫുഡാണ്. സമയമുണ്ടോ? സമയമുണ്ട്. 20 minutes ആയിരിക്കും. യെസ്, 20 minutes. സൂപ്പ് വർക്ക്സ്. യെസ്, സൂപ്പ് ഓക്കെ ആണ്. സൂപ്പ് ലിക്വിഡ് സൂപ്പ് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടായി തരാം. സൂപ്പ് വേണം? ജ്യൂസ് വേണ്ട, സൂപ്പ് മതി. സൂപ്പ് ഹോട്ട് ഫുഡ്. കൺഫേം ചെയ്തോ? ലോക്ക് ചെയ്യാലോ? യെസ്, ലോക്ക് കർ ദിയ ജായേ. ഓക്കേ, പക്ഷെ എന്ത് സൂപ്പാ? സ്ട്രിക്ട്ലി നോ ടൊമാറ്റോ സൂപ്പ്. ഓക്കെ, പംകിൻ സൂപ്പോ? നമ്മള് തുടങ്ങിയ പംകിൻ ഇതുവരെ വന്നില്ല തിരിച്ച്. വാവ്, കൊള്ളാം. സൗണ്ട്സ് ഗുഡ്. യെസ്, പംകിൻ സൂപ്പ് തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്. അതിനിടയ്ക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാമല്ലോ. എനിക്കൊരു സംശയം ഉണ്ടാ പറഞ്ഞ, മലയാളത്തിൽ കുറേ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതിന്റെ വരികൾ ഇങ്ങനെ എന്താ എഴുതിയേക്കുന്നതെന്ന് തോന്നാറുണ്ടോ? എന്തിനാണ് ഇപ്പൊ ഇത്? അല്ല, ഒരു സംശയം, അതാ ചോദിച്ചേ. ഓഫ് കോഴ്സ് യെസ്. നിങ്ങളത് പറയാറുണ്ടോ? ഇല്ല, ജീവിക്കണ്ടേ. അതെന്താ, പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ലേ? പറഞ്ഞാൽ ജീവിക്കാം, പാട്ടുകാരിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് വൃത്തിയാക്കാൻ തന്നെ ഒരു സമയമെടുത്തു അമ്മ. ഓ, വിഷയം മാറ്റി. 5 minutes ആയി. ഇത് തന്നെയല്ലേ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്തേ? അത് പായസമായിരുന്നു. ഇതുപോലെ ഇഡ്ഡലി കുക്കറിലിട്ട് വേവിച്ചല്ലോ. സ്റ്റീം ചെയ്തു. ഓക്കേ, ഇപ്പൊ സ്റ്റീം ചെയ്ത ഒരുപാട് സമയമാവും. ഏതായാലും വെള്ളം വേണമല്ലോ സൂപ്പിന്. ഓക്കെ, ഇത് പംകിൻ. നമുക്ക് കുറച്ച് ഉള്ളി ഓൾസോ ഇടാം, കുറച്ച് ഗാർലിക്. വേറൊരു ചോദ്യം കൂടി. മലയാളത്തിൽ ഇഷ്ടമുള്ള ഒരു നടന്റെ പേര് പറഞ്ഞേ. മോഹൻലാൽ. ഓ, ലാലേട്ടൻ. ഇഷ്ടമില്ലാത്ത നടൻ? ആക്ച്വലി അങ്ങനെ ആരും ഇല്ല. ശരി, ഇഷ്ടമുള്ള നടി? ശോഭന. സൂപ്പർ. തുടരും റിലീസായിട്ടുണ്ട്. വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ ചിലപ്പോൾ സമയത്തിൽ തീർക്കില്ല കേട്ടോ. അയ്യ, മനുഷ്യന് ടെൻഷൻ. കുറച്ചുകൂടെ സമാധാനം വേണം. 7 minute ആയുള്ളൂ, 13 minute ഉണ്ട്. പക്ഷെ ഇത് തണുക്കണം, എന്നിട്ട് അരയ്ക്കണം, നടക്കില്ല. ഫ്രീസറിൽ എടുത്തു വെക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രസം തന്നെയല്ലേ ഈ സൂപ്പ്? രസം is kind of a soup. It's more of a broth. നമ്മളുടെ നാട്ടിൽ നിന്നാ സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടായത് അല്ലേ? എല്ലാ നാട്ടിലും സൂപ്പ് ഉണ്ട്. സോ എല്ലാ നാട്ടിലും ബിരിയാണി ഉണ്ട്, അറിയോ? ബിരിയാണിയോ? എല്ലാ നാട്ടിലും ഉണ്ട് ബിരിയാണി. എനി ക്വിസീൻ യു ടേക്ക്, there will be something layered. That's ബിരിയാണി. ഇവിടെ കുറേ ഇലകളൊക്കെ മാഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്കൊരു ഭംഗിക്കിടാം. ഇത് ടൈം ആയിട്ടില്ല. എൻ്റെ ടൈം ആവാറായി. പെപ്പർ കോൺസ് ഇടാം. സൂപ്പല്ലേ? ആദ്യം തൊട്ട് ഒന്നുകൂടെ പറഞ്ഞ എന്തൊക്കെയാ ഇട്ടേ? തൈം, ബേ ലീഫ്, പെപ്പർ കോൺസ്, ഓണിയൻ, ഗാർലിക്, പംകിൻ. ടോപ്പിംഗ് ഉണ്ടാക്കാം. കയ്യിൽ കിട്ടിയ നട്ട്സ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ ചോദിച്ചേ? നമ്മുടെ രസം സൂപ്പാന്ന് പറഞ്ഞല്ലോ. രസം സൂപ്പ് അല്ല, ബ്രോത്ത്. ഓക്കെ, കൈൻഡ് ഓഫ് എ സൂപ്പ് അല്ലേ? അപ്പോ രസം നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ അവസാനം അല്ലേ കഴിക്കാറ്? അല്ലല്ലോ, അത് തൈരല്ലേ. ചോറിന്റെ കൂടെ ആദ്യമേ ഒഴിക്കാറില്ലല്ലോ രസം. ഇല്ല, സാമ്പാർ കഴിഞ്ഞിട്ട് രസം. പരിപ്പ്, സാമ്പാർ, രസം. കണ്ടോ, രസം ലാസ്റ്റ് അല്ലേ? പായസം, തൈര്. കണ്ടോ, രസം ലാസ്റ്റ് അല്ലേ? തൈര് ലാസ്റ്റ്. സെക്കൻഡ് ലാസ്റ്റ്. എന്തോ ആവട്ടെ, പക്ഷെ സൂപ്പ് ഫസ്റ്റ് ആണ്. അതെന്തുകൊണ്ടാ? അത് ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം. രസം എന്ന് പറയുന്ന ഒരു ബ്രോത്താണ്. അതിൻ്റെ അകത്ത് ഗാർലിക് അല്ലെങ്കിൽ കായം ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്യും, കാരണം അത് ദഹനത്തിന് ഹെൽപ്പ് ചെയ്യും. സോ ഒരു വലിയ മീൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് കുടിക്കുമ്പോഴേക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവും. സൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലീനർ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന, അതായത് മാക്സിമം 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചേ ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ അകത്ത് സ്പൈസസ് ഒന്നും അധികം കാണില്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. സോ ഇറ്റ് ആക്ച്വലി ഇംപ്രൂവ്സ് അവർ ആപ്പിറ്റൈറ്റ്. സോ ഫസ്റ്റ് കഴിക്കുമ്പോഴേക്കും നമുക്ക് വിശപ്പ് കൂടും. ഓ, സൂപ്പർ. സമാധാനമായ കുറെ കാലമായിട്ടുള്ള ഡൗട്ടായിരുന്നു. ചുമ്മാ തള്ളുക. ഇത് കൊള്ളാലോ. അല്ല, സീരിയസ് ആയിട്ട് തെളിയതാണോ? അല്ല, അതായിരിക്കും, എനിക്കറിഞ്ഞൂടാ.
എന്തെങ്കിലുമൊക്കെ കാരണം കാണൂലേ, പക്ഷെ നമ്മൾ കൺവിൻസിങ് ആയിട്ട് പറയണം, അപ്പോൾ എല്ലാവരും വിശ്വസിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് നട്ട്സ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ട് നമുക്കൊരു ചില്ലി ഓയിൽ ഉണ്ടാക്കാം. കുറച്ച് കൂടുതൽ ഓയിൽ. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പൈസസ് ഇടാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, സ്റ്റാർ അനീസ്, തക്കോലം, കുറച്ച് പെപ്പറും. ഇതിലിപ്പോൾ പെപ്പർ ഇട്ടിട്ട് സൂപ്പ് കുടിക്കുമ്പോഴും പെപ്പർ ഇടാറുണ്ടല്ലോ. പെപ്പർ ഇസ് ലൈക്ക് ടു ഫ്ലേവർ ദ ഓയിൽ എസെൻഷ്യലി. ഇത് എരിവിനല്ല. ഇതായോ നോക്കാവേ. 5 മിനിറ്റ്സേ ഉള്ളൂ, ഇനി ആവുമോ? ഇത് ഇനി കൂളാവണ്ടേ, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം പാസ് ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ തോറ്റോളാം. ഓ, ആത്മാർത്ഥതയോടെ തോൽവി സമ്മതിക്കുക അല്ലേ? സ്മോക്ക് ആവണ്ട. ഇതാദ്യം നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കാം. സോ വി ഗോട്ട് എ ഫ്ലേവേർഡ് ഓയിൽ. ഇതിൽ ഇപ്പോൾ ചൂടായിരിക്കുമല്ലേ, ഇതിൽ നമുക്ക് നട്ട്സ് ഇട്ട് വെക്കാം. ഇഫ് നീഡഡ് വി ക്യാൻ നട്ട്സ് ഇടാം. പ്ലസ് കുറച്ച് മുളക് പൊടി, ആക്ച്വലി കുറച്ച് ബേസിൽ. ഇതൊരു 90% വെന്തു. നമുക്ക് ഈ ഇലയും പുല്ലും ഒക്കെ എടുത്ത് മാറ്റാം. പുല്ലോ? പുല്ലുവല്ലേ, കുറച്ചൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. ഈ തണ്ടൊക്കെ എടുത്ത് മാറ്റിയ ഇറ്റ് മൈറ്റ് ടേൺ ബിറ്റർ. ഈ ബേ ലീഫ് മാറ്റാം. ബേസിക്കലി നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ മാറ്റാം. നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയണം. സത്യം, സൂപ്പ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കണം. അതെ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് എടുത്ത് മാറ്റുവാണ് ചെയ്യാറ്? വെള്ളത്തിൽ ആ ഫ്ലേവർ ഇറങ്ങി കാണും. സോ എനിക്ക് ടൈമർ സ്റ്റോപ്പ് ചെയ്യൂ, ബിക്കോസ് ഇത് തണുക്കണം. ഓക്കെ, അപ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യാനോ? സോ മാഷിൻ്റെ കനിവിനാൽ ഇത് ചൂടാറുന്നത് വരയ്ക്കും എൻ്റെ ടൈമർ ഓഫായി. സോ നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരയാനായി പ്രാർത്ഥിക്കാം. ആദ്യം അരയ്ക്കാം. അടുത്തതിൽ നമുക്ക് I like soup. I like making soup, so I don't mind if the timer goes off. സൂപ്പ് കുടിച്ചിട്ട് വേണം കുറച്ച് എനർജി ആവാൻ. അതിന് വേണ്ടിയാ വെയിറ്റ് ചെയ്യണേ. എന്തുമാത്രം പെപ്പറാ, എനിക്ക് എന്തോ തലയ്ക്ക് അസുഖം ഉണ്ടോന്ന് തോന്നുന്നു. അതിപ്പോഴാണോ മനസ്സിലായേ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇത്രയൊന്നും പെപ്പർ ഇടല്ലേ. വെള്ളം ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം, പക്ഷെ അരയ്ക്കുമ്പോൾ ഇടണ്ട. അതെ, ഇപ്പോൾ ഇടണോ അതോ ഇടണ്ടേ? അരയ്ക്കുമ്പോൾ ഇടണ്ട, പക്ഷേ വെള്ളത്തിൽ ആക്ച്വലി ഫ്ലേവറിന് ഇടാം. അല്ലെങ്കിൽ ലാസ്റ്റ് ആവശ്യമുള്ള പെപ്പർ ചേർത്താലും മതി. ബാക്കി അരയ്ക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് റീഹീറ്റ് ഇറ്റ് അഗൈൻ. നമ്മളിതൊരു ഉപ്പിട്ടിട്ടില്ല, നല്ല മധുരമുള്ള മത്തങ്ങ. 1 മിനിറ്റേ ഉള്ളൂ, എളുപ്പം. ഉപ്പിടണം. ബേസിൽ. ഇത് ഏത് രാജ്യത്തെ സൂപ്പാ? സൂപ്പിന് രാജ്യമുണ്ടോ? ഇല്ലേ. ലൈക്ക് ഐ ട്രൈയിങ് സംതിങ് ലൈക്ക് വെരി തായ്. പക്ഷേ ലെമൺ ഗ്രാസ് ഒന്നും ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ കലക്കിയേനെ. ആക്ച്വലി ലെമൺ നമുക്ക് ഇതിൽ പിഴിയാം. നമ്മുടെ സ്വന്തം തേങ്ങാപ്പാൽ പിഴിക്കാം. എന്താ ഇതിന് മാത്രം ഒരു സ്നേഹം? തേങ്ങ നമ്മുടെയൊക്കെ ഉയരല്ലേ. യൂഷ്വലി ക്രീമാണ് ഒഴിക്കാറ് സൂപ്സിൽ. പംകിൻ ആൻഡ് കോക്കനട്ട് മച്ച് മെയ്ഡ് ഇൻ ഹെവൻ. നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊള്ളാം. ഉപ്പ് വേണം. കൂടി പോവല്ലേ? ഒരാഴ്ചത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. സൂപ്പ് ഇസ് ഡൺ. ഞാൻ സമയം കഴിഞ്ഞു, ബട്ട് ഇറ്റ്സ് സോ കുറച്ച് ലെമൺ ആൻഡ് കുറച്ച് സോൾട്ട്. ഞാൻ പഞ്ചസാര ഇട്ടില്ല, യൂഷ്വലി ഇടും, ബട്ട് പംകിൻ ഇസ് വെരി സ്വീറ്റ്. ഇറ്റ്സ് എ ഗുഡ് പംകിൻ. ചില്ലി ഓയിൽ വിത്ത് നട്ട്സ്. ready. It's warm, comforting. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലീസ് ചെയ്തു നോക്കൂ. ഇറ്റ്സ് വെരി ഈസി. ശരി, എത്ര മാർക്ക് കൊടുക്കാം? 10. എനിക്കിഷ്ടം. ഓ, ഫസ്റ്റ് ടൈമാ ഫുൾ മാർക്ക് എടുക്കുന്ന. സൂപ്പർ. ആ, ഓക്കെ. താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Thank you everyone. Bye.